നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. EMS, EK നയനാർ, VS അച്യുതാനന്ദൻ തുടങ്ങിയ നേതാക്കളുടെ കാലം CPM-ൽ അവസാനിച്ചു എന്നൊരു സംശയം. ചിലർക്ക് പക്ഷേ സംശയമല്ല, അവരങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പാർട്ടി സർക്കാർ പരിപാടികളിൽ ജനപങ്കാളിത്തം പോയിട്ട് പ്രവർത്തകരുടെ വേലിയേറ്റം പോലും ഇല്ല എന്ന് അടുത്തിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരുന്നു. നവകേരള സദസ്സിലും പിന്നീട് നടത്തിയ മുഖാമുഖം പരിപാടിയിലും ആളുകൾ കുറവായിരുന്നു. ഭരണവിരുദ്ധ വികാരമാണ് ഇതിന് കാരണമെന്നാണ് പലരും പറയുന്നത് എങ്കിലും അതിശക്തമായ പിണറായി വിരുദ്ധതയാണ് പ്രധാന കാരണം. മുഖ്യമന്ത്രിയുടെ ധിക്കാരവും ധാർഷ്ട്യവും ജനത്തിന് സഹിക്കാനാകുന്നില്ല. സ്വന്തം പാർട്ടിക്കാരോടും എന്തിന് മൈക്ക് ഓപ്പറേറ്റർമാരോട് പോലും അദ്ദേഹത്തിന് കടുത്ത അസഹിഷ്ണുതയുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് പോലും അതുണ്ടാകുന്നു. അതേസമയം ചില സന്ദർഭങ്ങളിലുള്ള പ്രതികരണത്തിന് ജനം കൈയടിക്കുന്നുമുണ്ട്. അതിനർത്ഥം ഏത് സാഹചര്യത്തിലാണ് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി സ്വയം മനസ്സിലാക്കുന്നില്ല എന്നതാണ്. മകളുടെ കേസിനെ കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ മുഖഭാഗം പെട്ടെന്ന് മാറും. പേശികൾ വലിഞ്ഞു മുറുകും. ചോദ്യം ചോദിക്കുന്നവനെ നോക്കി ദഹിപ്പിക്കും. ചാനലുകളിലൂടെ ഇതെല്ലാം ജനം കാണുന്നുമുണ്ട് എന്നതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമേ അല്ല. ആളുകളെ പരമാവധി വെറുപ്പിക്കാൻ അദ്ദേഹത്തെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. പലപ്പോഴും പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ പ്രതികരിക്കുകയും ചെയ്യും. ആരോപണങ്ങളും കേസുകളും മുഖ്യമന്ത്രിക്കും മകൾക്കും നേരെ വരുമ്പോൾ അദ്ദേഹം മാളത്തിൽ ഒളിക്കുകയും ചെയ്യും. അടുത്ത കാലത്തായി ഇത് വളരെ പ്രകടവുമാണ്. ഭരണത്തിലും വ്യക്തി ജീവിതത്തിലും ഇത്രയും അധികം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായ മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മകളെയും ഭാര്യയെയും മര്യാദയ്ക്ക് നിർത്തുന്ന കാര്യത്തിൽ പിണറായിയെ കണ്ടുപഠിക്കണം എന്നായിരുന്നു ഇടത് നേതാക്കൾ 2018 വരെ പറഞ്ഞിരുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളടക്കം നാണക്കേടുകൾ വരുത്തിവെച്ചപ്പോഴും പിണറായിയുടെ ഭാര്യയോ മകളോ അത്തരത്തിലൊരു പേരുദോഷം കേൾപ്പിച്ചിരുന്നില്ല. കോടിയേരിയുടെ ഭാര്യ വിനോദിനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. പിണറായി മുഖ്യമന്ത്രി കസേരയിലെത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. മകളോടുള്ള അന്ധമായ വാത്സല്യത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തിലെ മികച്ച നേതാവിനെ മറന്നു എന്നാണ് ആക്ഷേപം. ലാലിൻ കേസ് പോലും പാർട്ടി പറഞ്ഞതിനനുസരിച്ച് തീരുമാനം എടുത്തതുകൊണ്ട് ഉണ്ടായതാണ്. അതിൽ നിന്ന് ഒരു രൂപ പോലും പിണറായി ഉണ്ടാക്കിയതായി എതിരാളികൾ പോലും പറയുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപാണ് മകൾ വീണ വിജയൻ സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടന്ന സ്പ്രിംഗ്ലർ ഇടപാട് വിവാദമായതോടെയാണ് വീണയുടെ ഇടപെടലുകളെ പറ്റിയുള്ള വാർത്ത പുറത്തുവന്നത്. പിന്നീട് അതെല്ലാം കെട്ടടങ്ങിയിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമായപ്പോഴേക്കും ആദ്യ ടൈമിൽ നടന്ന തീ വെട്ടിക്കൊള്ളകൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തി. തന്നെ എതിർക്കുന്നവർക്ക് നേരെ ഉറഞ്ഞു തുള്ളുന്ന പിണറായി സ്വപ്നയ്ക്കെതിരെ ഒരക്ഷരം ഇതുവരെ ഉരിയാടിയിട്ടുമില്ല. നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ പിണറായിയുടെ ജനപ്രീതി കുറഞ്ഞു വരികയാണ്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. VS-നെ പോലെ സമരസമായി മറുപടി പറയാൻ പിണറായിക്ക് അറിയാമെങ്കിലും പലപ്പോഴും അദ്ദേഹം കലിപ്പിലാകാറുണ്ട്. പുതുതലമുറ CPM-ൽ നിന്നും അകന്ന് പ്രധാന കാരണവും ഇതാണ്. ഇന്നത്തെ യുവത ആരുടെയും അടിമകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പരസ്പരം ബഹുമാനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നേതാക്കളുടെ രോക്ഷ പ്രകടനം ആർക്ക് നേരെ ആയാലും യുവാക്കൾ അത് സഹിക്കില്ല. മനുഷ്യത്വത്തിനാണ് അവർ ഏറെ പ്രാധാന്യം നൽകുന്നത് എന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തവുമാണ്. ഇങ്ങനെ യുവാക്കൾ, സ്ത്രീകൾ, സ്വാതന്ത്ര്യമായി ചിന്തിക്കുന്നവർ തുടങ്ങി വലിയൊരു വിഭാഗം ജനങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു ചില CPM നേതാക്കളും വെറുപ്പിച്ച് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും പരിപാടികളിൽ പഴയ ജനകീയ പങ്കാളിത്തമില്ലാത്തത്. അത് വലിയ നാണക്കേട് ഒന്നുമല്ല. അത് മറയ്ക്കാൻ CPM പലവിധ പദ്ധതികളും പരിപാടികളുമാണ് ആസൂത്രണം ചെയ്യുന്നത്. കുടുംബശ്രീ, അംഗനവാടി, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ അടക്കമുള്ള കരാർ ജീവനക്കാർ എന്നിവരെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കും. അല്ലെങ്കിൽ പണി പോകുമെന്ന് ഉറപ്പ്. അതുകൊണ്ട് ഒരു ദിവസത്തെ കൂലി പോയാലും വേണ്ടില്ല എന്ന് കരുതി പാവപ്പെട്ട സ്ത്രീകൾ പാർട്ടിയുടെ ഈ ജാഥകളിലും റാലികളിലും സമ്മേളനങ്ങളിലും പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാൽ ഇവരെ പലരും സ്ഥലം വിടും. ചിലർ പരിപാടി സ്ഥലത്ത് സെൽഫി എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്കുകളിലോ ഇട്ട ശേഷം സ്ഥലം കാലിയാക്കാറുമുണ്ട്. നേതാക്കൾ എന്തൊക്കെ പാലും തേനും ഒഴുക്കണമെന്ന് പറഞ്ഞാലും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് സ്ത്രീകളോളം മറ്റാർക്കും അറിയില്ല. അവരൊപ്പം നിൽക്കണമെങ്കിൽ വിലകയറ്റം നിയന്ത്രിക്കണം. ക്ഷേമ പെൻഷൻ സമയത്ത് കൊടുക്കണം. വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള നിരക്കുകൾ താങ്ങാവുന്നതാകണം. അല്ലാതെ എന്ത് കാട്ടിയിട്ട് രക്ഷയുണ്ടാവില്ല സഖാക്കളെ.